പോകുമ്പോൾ കൈ കഴുകിയ ശേഷം കൈ ഉണക്കാനായി നിങ്ങൾ ഹാൻഡ് ഡ്രയറുകൾ ഉപയോഗിക്കാറില്ലേ? എന്നാൽ ഈ ഹാൻഡ് ഡ്രയറുകൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹാൻഡ് ഡ്രയറുകളെ കുറിച്ച് നമ്മൾ അറിയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അവ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും. പൊതു ശുചിമുറികളിൽ ഹാൻഡ് ഡ്രയറുകൾ ഉപയോഗിക്കുന്നത് അസുഖം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. പേപ്പർ ടവലുകൾക്ക് പകരമായി ചെലവ് കുറഞ്ഞതും കൂടുതൽ പരിസ്ഥിതി സൗഹൃദപരമായ ബദലായിട്ടാണ് ഹാൻഡ് ഡ്രയർ ഉപയോഗിക്കുന്നത്. ഹോട്ടലുകൾ, ഓഫീസുകൾ, വിനോദ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം നിരവധി പേരാണ് പൊതു ശൗചാലയങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവിടെ അണുക്കളും രോഗാണുക്കളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാത്റൂമുകളിലെ വായുവിൽ ഈക്കോളി പോലുള്ള ബാക്ടീരിയകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടോയ്ലറ്റുകൾ ഫ്ലഷ് ചെയ്യുമ്പോൾ അണുക്കൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയും ഹാൻഡ് ഡ്രയറുകൾ ഈ വായുവിനെ വലിച്ചെടുത്ത് ചൂടുള്ള കാറ്റായി പുറത്തേക്ക് വിടുകയും ചെയ്യും. ഈ കാറ്റാണ് നമ്മുടെ വൃത്തിയാക്കിയ കൈകളിലേക്ക് എത്തുന്നത്. ഇതിൽ അനാരോഗ്യമായ കണികകൾ, മലം, രോഗാണുക്കൾ എന്നിവ നിറഞ്ഞിരിക്കും. ഈ അണുക്കൾ നമ്മുടെ കൈകളിലേക്കും അവിടുന്ന് മുഖത്തേക്കും ഭക്ഷണത്തിലേക്കും വ്യാപിക്കും. ഇവ പനി, ജലദോഷം, വയറിനുള്ളിൽ അണുബാധ പോലുള്ള അസുഖങ്ങളിലേക്ക് നയിച്ചേക്കാം. അതിനാൽ ഡ്രയർ ഉപയോഗിക്കുമ്പോൾ പരമാവധി കൈകൾ മെഷീനോട് അടുപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പേപ്പർ ടവലുകളോ തൂവാലകളോ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഇതിന്റെ എല്ലാ അടിസ്ഥാനം കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ശരിയായ രീതിയിൽ കഴുകണം. വൃത്തിയുള്ള കൈകൾ അണുബാധയുടെ സാധ്യത കുറയ്ക്കും. അതുപോലെ സുരക്ഷിതമായ രീതിയിൽ കൈകൾ ഉണക്കുന്നതും നിങ്ങളെ ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കും.